ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രെസ് അനാലിസിസിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്ട്രെസ് അനാലിസിസ് ആണ്. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് സെക്ഷൻ. ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ട്രെസ് അനാലിസിസ് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് ജോയിൻറ്റും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് സെക്ഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് 2 പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് മെത്തേഡ് ഓഫ് സെക്ഷൻ, അതായത് മെത്തേഡ് ഓഫ് സെക്ഷൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ഒരു സ്ട്രെസ് അനാലിസിസ് നമ്മൾ എങ്ങനെ ചെയ്യും, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ഓഫ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ മെത്തേഡ് ഓഫ് സെക്ഷൻ്റെ പ്രോബ്ലംസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. മെത്തേഡ് ഓഫ് ജോയിൻറ്റിൻ്റെ പ്രോബ്ലംസാണ് പൊതുവേ ചോദിക്കാറ്. അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് സ്പെസിഫൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റോ സെക്ഷനോ ഏതെങ്കിലും വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ പ്രൊസീജിയർ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ഓഫ് സ്ട്രെസ് അനാലിസിസ് ബൈ മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ ഓരോ ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജോയിൻറ്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ ജോയിൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ജോയിൻറ്റിലാണ് മാക്സിമം 2 നമ്പർ ഓഫ് അൺനോൺസ് 2 ആയിട്ട് വരുന്ന ജോയിൻ്റ് ഏതാണോ, 2ൽ കൂടുതൽ അൺനോൺസുള്ള ജോയിൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 2 അൺനോൺസ് മാത്രമേ ഒരു ജോയിൻറ്റിൽ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ജോയിൻ്റായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ 2 കുറവുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ആദ്യം തന്നെ ചൂസ് ചെയ്യുക. ആ ജോയിൻറ്റ് കൺസിഡർ ചെയ്തിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ 2ൽ കൂടുതൽ അൺനോൺസ് വരികയാണെങ്കിൽ ആ ജോയിൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ജോയിൻ്റാണ് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ മെത്തേഡ് ഓഫ് സെക്ഷൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളൊരു സെക്ഷൻ ലൈനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടൊരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഏത് മെമ്പറിലെ ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ മെമ്പറിലൂടെ പാസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടുമായിട്ട് 2 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റ് പാർട്ടിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് പാർട്ടിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. ഏത് പാർട്ടാണ് സിമ്പിൾ പാർട്ട്, അതായത് എവിടെയാണോ നമ്പർ ഓഫ് മെമ്പേഴ്സും നമ്പർ ഓഫ് ഫോഴ്സസും ഒക്കെ കുറവുള്ളത്, അങ്ങനെ നമ്മൾ ആ പാർട്ടിനെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഏത് മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കാം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സെക്ഷൻ ലൈൻ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും, എവിടെയാണ് നമ്മൾ സെക്ഷൻ ലൈൻ ചൂസ് ചെയ്യേണ്ടതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ ലൈൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് മെമ്പറിൽ ഫോഴ്സ് ആണോ നമുക്ക് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ മെമ്പറിൽ കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ മാക്സിമം ജോയിൻറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു മാക്സിമം 2 അൺനോൺസേ പറ്റുള്ളൂ. സെക്ഷൻ ലൈൻ മെത്തേഡ് ഓഫ് സെക്ഷൻ്റെ കേസിൽ നമ്മൾ സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പം ആ സെക്ഷൻ ലൈൻ മാക്സിമം 3 അൺനോൺ മെമ്പേഴ്സിനെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായത്? അതായത് 3 ഫോഴ്സസ് അൺനോൺ ആയിട്ടുള്ള 3 അൺനോൺ ഫോഴ്സസുള്ള മെമ്പർ മാത്രമേ ആ സെക്ഷൻ ലൈൻ കട്ട് ചെയ്യാൻ പാടുള്ളൂ. 3ൽ കൂടുതൽ മെമ്പേഴ്സ് അൺനോൺ ഫോഴ്സസ് ഉള്ള മെമ്പറിനെ കട്ട് ചെയ്യാൻ പാടില്ല. 3ൽ കൂടുതൽ മെമ്പേഴ്സിനെ കട്ട് ചെയ്യാം, പക്ഷേ ആ മെമ്പറിലെ ഫോഴ്സസ് അൺനോൺ ആണെങ്കിൽ പറ്റില്ല. ഫോഴ്സസ് 3 മെമ്പറിലെ ഫോഴ്സസ് മാത്രമേ അൺനോൺ ആയിട്ടുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ 3 മെമ്പറിനെ മാത്രമേ മെമ്പറിലെ ഫോഴ്സസ് അൺനോൺ ആയിട്ടുള്ള മെമ്പറിനെ മാത്രമേ അതിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. ഓക്കെ, 3ൽ കൂടുതലും കട്ട് ചെയ്യാം, 3ൽ കുറവ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുക 2 പാർട്ടായിട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ടായിട്ട്. എന്നിട്ട് ലെഫ്റ്റ് പാർട്ടിൻ്റെയോ റൈറ്റ് പാർട്ടിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൊസീജിയറാണ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് എല്ലാവരും പഠിച്ചേക്കുക. ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതെന്താണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻ നമ്മൾ എവിടെയാണ്
നമ്മൾ യൂസ് ചെയ്യാന്ന് എപ്പോഴാണ് നമ്മൾ ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് അനാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റിനകത്ത് ചിലപ്പം 1-2 മെമ്പറിൽ ഫോഴ്സസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചോ. ഒരു വലിയൊരു സ്ട്രെസ് തന്നോ അതിനകത്ത് ഏതെങ്കിലും 1-2 മെമ്പറിലെ ഫോഴ്സസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് ജോയിൻറ്റിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ സെക്ഷൻ്റെയും എല്ലാ ജോയിൻ്റെയും മെത്തേഡ് ഓഫ് ജോയിൻ്റ് ആണെങ്കിൽ ഓരോ ജോയിൻറ്റിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. എന്നാൽ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ഏത് മെമ്പറിലെ ഫോഴ്സാണോ ഒരു മെമ്പറിലെ ഫോഴ്സോ അല്ലെങ്കിൽ 2 മെമ്പറിലെ ഫോഴ്സോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ 2 മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സെക്ഷൻ ലൈൻ വരച്ചിട്ട് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം. വെൻ എ ഫോഴ്സസ് ഇൻ എ ഫ്യൂ മെമ്പർ ഓഫ് എ ട്രസ് are to be determined, then the method of section is most widely used. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും 1-2 മെമ്പറിലെ ഫോഴ്സസ് മാത്രമേ കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് വെരി ക്വിക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് സൊല്യൂഷൻ ഓഫ് അതർ ജോയിൻറ്റ് ഓഫ് ദി ട്രസ്. ട്രസ്സിൻ്റെ അതർ ജോയിൻസിനെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ക്വിക്കായിട്ട് നമുക്ക് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പാണ്. ഇൻ ദിസ് മെത്തേഡ് ദ സെക്ഷൻ ലൈൻ ഈസ് പാസിംഗ് ത്രൂ ദ മെമ്പർ ഇൻ വിച്ച് ഫോഴ്സസ് ആർ ടു ബി ഡിറ്റർമൈൻഡ്. അതായത് ഏത് മെമ്പറിലെ ഫോഴ്സാണോ കണ്ടുപിടിക്കേണ്ടത് ആ മെമ്പറിലൂടെയാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, സെക്ഷൻ ലൈൻ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ദ സെക്ഷൻ ലൈൻ ഷുഡ് ബി ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കട്ട് മോർ ദാൻ 3 മെമ്പർ ഇൻ വിച്ച് ഫോഴ്സസ് ആർ അൺനോൺ. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദ ഫോഴ്സസ് ആർ ടു ബി ഡിറ്റർമൈൻഡ് എന്നാണ്. സെക്ഷൻ ലൈൻ ഈസ് പാസ്ഡ് ത്രൂ ദ മെമ്പർ ഇൻ വിച്ച് ഫോഴ്സസ് ആർ ടു ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ഏത് മെമ്പറിലെ ഫോഴ്സാണോ കണ്ടുപിടിക്കേണ്ടത് അതിലൂടെ നമ്മൾ സെക്ഷൻ ലൈൻ വരയ്ക്കുക. പിന്നെന്താണ് അടുത്തെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സെക്ഷൻ ലൈൻ ഷുഡ് ബി ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ഇൻ വിച്ച് ഫോഴ്സസ് ആർ അൺനോൺ. ഫോഴ്സസ് അൺനോൺ ആയിട്ടുള്ള 3 മെമ്പേഴ്സിൽ കൂടുതൽ ഈ സെക്ഷൻ ലൈൻ കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 3 മെമ്പേഴ്സിൽ കൂടുതൽ കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, the part of the truss on any one side of the section line is treated as a free body in equilibrium under the action of external forces on that part and the forces in the member cut by the section line. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ അൺനോൺ ഫോഴ്സസ് ഇൻ ദ മെമ്പർ ആർ ദെൻ ഡിറ്റർമൈൻഡ് യൂസിങ് ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ദാറ്റ് ഈസ് സിഗ്മ Fx ഈസ് ഈക്വൽ ടു 0, സിഗ്മ Fy ഈക്വൽ ടു 0, സിഗ്മ M ഈക്വൽ ടു 0. ആ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അകത്ത് എന്താണ് കാണിച്ചിട്ടുള്ളത്, ഒരു വലിയൊരു ഡ്രസ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അകത്ത് ക്വസ്റ്റിനകത്ത് മേ ബി മെമ്പർ DC-ലെയും മെമ്പർ CF-ലെയും മെമ്പർ FG-ലെയും ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു സെക്ഷൻ ലൈൻ വരച്ചു. അതാണ് 1-1 എന്ന് പറഞ്ഞിട്ട് ഡോട്ടർ ലൈനിൽ വിട്ട് സെക്ഷൻ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് പാർട്ടിനെയും റൈറ്റ് പാർട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വരക്കാം. ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യല. നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റിൽ എന്താ പഠിച്ചത്, ഇങ്ങനെ ഒരു ട്രസ് മെമ്പർ ഉണ്ടെങ്കിൽ ജോയിൻറ്റിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തിരുന്നത് അല്ലേ. ജോയിൻറ്റിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ എവിടെയാണോ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നത് ആ സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. കംപ്രഷൻ പോസിറ്റീവ്, ടെൻഷൻ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ലൈൻ എവിടെയാണോ വരക്കുന്നത് ആ സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്കുക. ഇതിനകത്ത് ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്ന 1-1 എന്ന് പറയുന്ന സെക്ഷൻ ലൈനാണ്. അപ്പോൾ നമ്മൾ ഈ മെമ്പർ DC എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്, സെക്ഷൻ ലൈനിലേക്കാണ് കംപ്രഷൻ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ജോയിൻറ്റിലേക്കല്ല. നമ്മൾ അസ്യൂം ചെയ്തതിൻ്റെ കേസിൽ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷനായിട്ട് അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ മെമ്പറും സെക്ഷൻ ലൈനിൽ പാസ് ചെയ്യുന്ന എല്ലാ മെമ്പറിലെയും ഫോഴ്സസ് എന്ന് പറയുന്നത് ആ സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് കംപ്രഷനായിട്ട് മാർക്ക് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് ഈ FG എന്ന് പറയുന്ന ഫോഴ്സസ് കംപ്രഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ FC കംപ്രഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DCയും കംപ്രഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് എല്ലാ ഫോഴ്സും കംപ്രഷനായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റൈറ്റ് പാർട്ട് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് കംപ്രഷനായിട്ട് ഓരോ ഫോഴ്സസും മാർക്ക് ചെയ്ത് വെക്കാം.
ഓക്കെ, അതാണ് ചെയ്തിട്ടുള്ളത്. If the magnitude of force in the member cut by section line is positive, then the assumed direction is correct. നമ്മൾ ഫോഴ്സ് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇസ് നെഗറ്റീവ്, ദെൻ ദ റിവേഴ്സ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ സെയിം അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലമാണിത്. ഫൈൻഡ് ദ ഫോഴ്സസ് ഇൻ ദ മെമ്പർ എ ബി ആൻഡ് എ സി ഓഫ് ദ ട്രസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എ സി അല്ല, ഫോഴ്സസ് ഇൻ ദ മെമ്പർ എ സി അല്ല, അത് മാറിയതാണ് ബി സി ആണ്. അത് നിങ്ങൾ എഴുതുമ്പോൾ ബി സി എന്ന് എഴുതുക. ഫൈൻഡ് ദ ഫോഴ്സസ് ഇൻ ദ മെമ്പർ എ ബി ആൻഡ് ബി സി ഓഫ് ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ യൂസിങ് ദ മെത്തേഡ് ഓഫ് സെക്ഷൻ. പ്രത്യേകം അതിൻ്റെ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് എ ബി ബി സി എന്ന് പറയുന്ന രണ്ട് മെമ്പറിലെ ഫോഴ്സസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ട്രസ് എന്ന് പറയുന്നത്. ഇതാണ് ട്രസ്, ഒരു 3 മെമ്പറിലൊരു ഡ്രസ്സാണ്. എ ബി സി ഡി എന്ന് പറഞ്ഞ 3 ജോയിൻറ്റിൽ 3 മെമ്പറിലൊരു ഡ്രസ്സ്. അതിനകത്ത് എ ബിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 2.5, അതുപോലെ തന്നെ ബി സിൻ്റെ ലെങ്ത്തും 5 മീറ്ററും തന്നിട്ടുണ്ട്, ആംഗിൾസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ബി അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞ 2 മെമ്പറിലെ ഫോഴ്സാണ്. അപ്പോൾ എ ബി ബി സി എന്ന് പറയുന്ന 2 മെമ്പറിലെ ഫോഴ്സാണ് അൺനോൺ ആയിട്ടുള്ളത്. അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ ആ 2 മെമ്പറിനെ ഇങ്ങനെയാണ് നമ്മൾ ട്രസ് ഉണ്ടായത്. അപ്പം ഇവിടെ ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ ഈ എ ബി അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുമ്പോൾ ഈ 2 മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു സെക്ഷൻ ലൈൻ വരക്കുക. 1 എന്ന് പറയുന്നൊരു സെക്ഷൻ ലൈൻ എ ബി ആൻഡ് ബി സിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ 1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ലൈൻ വരക്കുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ സെക്ഷൻ ലൈൻ പാസ് ചെയ്യുന്നത് നമുക്ക് ഏത് മെമ്പറിലെ ഫോഴ്സസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിലൂടെയാണ് നമ്മൾ സെക്ഷൻ ലൈൻ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എ ബിൻ്റെയും ബി സിയിലെയാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെക്ഷൻ ലൈൻ ആദ്യം വരക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. നമ്മളതല്ല അടുത്ത സ്റ്റെപ്പ് ചെയ്തത് ആർ ബി ആൻഡ് ആർ സി എന്ന് പറയുന്ന റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫൈൻഡ് ദ റിയാക്ഷൻ ആർ ബി ആൻഡ് ആർ സി. ദ ഡിസ്റ്റൻസ് ഓഫ് ആർ ബി ആൻഡ് ആർ സി നമ്മളിങ്ങനെ ആർ ബി ആർ സി എന്ന് പറഞ്ഞ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ പോയിൻറ്റ് സി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. നമ്മൾ ആദ്യം മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് സി ഈക്വൽ ടു ബി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. അതാണ് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് ബി ഈക്വൽ ടു 0. ഓക്കെ, അതെടുത്തെന്ന് വെച്ചോ. അപ്പോൾ എന്താ വരിക, ആർ ബി ഇൻറ്റു അതിൻ്റെ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ആർ ബി ഇൻറ്റു 5 അല്ലേ, ആർ ബി ഇൻറ്റു 5 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പം നമുക്ക് അങ്ങനെ ഇതാ മൈനസ് ആർ സി ഇൻറ്റു 5 പിന്നെയോ 20 ആണെന്നുള്ളത്. അപ്പോൾ പ്ലസ് അത് ക്ലോക്ക് വൈസിലാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ പ്ലസ് 20 ഇൻറ്റു ആ 20ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, ഡി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് ബി ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇൻറ്റു ബി ഡി എന്ന് എഴുതാം, ബി ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും, ആർ സി ഇൻറ്റു 5 ഈക്വൽ ടു 20 ഇൻറ്റു ആ ഡിസ്റ്റൻസ്. അത് ഞാൻ ജസ്റ്റ് ബി ഡി എന്നൊരു നെയിം കൊടുത്തു, ഡി എന്ന് പറയുന്ന പോയിൻ്റ് മീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ബി ഡി എന്ന് പറയുന്ന നെയിം കൊടുത്തു. അപ്പോൾ ആർ സി ഇൻറ്റു 5 ഈക്വൽ ടു 20 ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ് ഇവിടെ ഫാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇവിടെ മീറ്റ് ചെയ്തെന്ന് വെച്ചു ഡിയിൽ. അപ്പോൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോസ് 60 എടുക്കാം. കോസ് 60 എന്ന് പറയുമ്പോൾ എന്താ വരിക, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും അല്ലേ. അഡ്ജസൻറ്റ് എന്ന് വെച്ചാൽ ബി ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എടുത്ത ആ ബി ഡി ഡിവൈഡ് ബൈ എ ബിൻ്റെ വാല്യൂ 2.5 ആണ് കോസ് 60 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഡി എന്ത് കിട്ടും, ബി ഡി ഈസ് ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു 2.5 ഇൻറ്റു കോസ് 60. 2.5 ഇൻറ്റു കോസ് 60 അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബി ഡി അതിൻ്റെ വാല്യൂ ബി ഡിക്ക് പകരം ആ ഡിസ്റ്റൻസ് ഇവിടെ നെയിം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. എ ബി ഇൻറ്റു കോസ് 60 അല്ലെങ്കിൽ 2.5 ഇൻറ്റു കോസ് 60. കോസ് 60 1/2. അപ്പോൾ 2.5 ഇൻറ്റു 1/2 1.25 ആണ് ആ ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, ആർ സി ഇൻറ്റു 5 ഈക്വൽ ടു 20 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ് 1.25 എന്ന് എഴുതാം അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
ഓക്കെ, അത് സിമ്പിളായിട്ട് അവർ ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ കാണിച്ചാണ്. RC × 5 = 20 × 1.25. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തിട്ട് അതിലേക്ക് എത്തുക. ഓക്കെ, സോ RC × 5 = 20 × 1.25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് RCൻ്റെ വാല്യൂ എന്ത് കിട്ടും? RC = 20 × 1.25/5 = 5 kN കിട്ടും. RCൻ്റെ വാല്യൂ 5 ആണെങ്കിൽ RB എന്തായിരിക്കും വരിക? RB + RC = 20 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ RB = 20 - 5 15 കിട്ടും RBൻ്റെ വാല്യൂ. അപ്പോൾ റിയാക്ഷൻസ് കിട്ടി, സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. RB ആൻഡ് RC എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫോഴ്സസ്, അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കാണ് അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെക്ഷൻ ലൈൻ കട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞു ഏത് മെമ്പറിലെ ഫോഴ്സാണ് AB BCയിലേക്കാണ് കണ്ടത്, അതുകൊണ്ട് 2 മെമ്പറിലെ കട്ട് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ ലൈൻ വരക്കാം. Now draw section line 1-1 cutting the members AB and BC in which forces are to be determined. Now consider the equilibrium of the left part of the truss. This part is shown in the figure. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പാർട്ട് റൈറ്റ് പാർട്ട് 2 പാർട്ടാവും. സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് പാർട്ട്, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് പാർട്ട്. എന്നിട്ട് അതിൽ ഏതാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പം 2 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എന്നാൽ റൈറ്റ് സൈഡ് നോക്കുമ്പോഴോ എത്ര മെമ്പേഴ്സ് ഉണ്ട്? എത്ര ഫോഴ്സ് വരും? ഇവിടെയും ഫോഴ്സ് 2 പക്ഷേ ഇതും ഈ മെമ്പറും ഒരു ഇൻക്ലൈൻഡ് മെമ്പർ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 2 ലോഡും വരും. RC എന്ന് പറയുന്ന റിയാക്ഷനും വരും, 20 kN വരും. അപ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യുന്നതാണ് എളുപ്പം. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ചൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെക്ഷൻ ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏത് സൈഡാണെന്ന് വെച്ചാൽ ആ സൈഡിനെ നിങ്ങൾ ഡാർക്കൺ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇതുപോലെ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ട് ആ ഡ്രസ്സ് അങ്ങനെ വരക്കുക. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് മാത്രം ഡാർക്കൺ ചെയ്ത് വരക്കുക, സ്ട്രൈറ്റ് ലൈൻ വരക്കുക, ബാക്കി ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫോഴ്സസ് നെയിം ചെയ്തു. FBAയും FBC എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തു. നമ്മളിനി ഡയറക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷൻ ആയതുകൊണ്ടാണ് ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെൻറ്റ് അബൌട്ട് ദാറ്റ് പോയിന്റ് = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നൗ ടേക്കിംഗ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് അബൌട്ട് പോയിന്റ് C. നമ്മൾ കൺസിഡർ ചെയ്ത ലെഫ്റ്റ് പാർട്ടാണ്. സോ ലെഫ്റ്റ് പാർട്ടിലുള്ള എല്ലാ ഫോഴ്സസും നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെയുള്ള റിയാക്ഷൻസും കൺസിഡർ ചെയ്യണം, അവിടെയുള്ള മെമ്പർ ഫോഴ്സും എല്ലാം കൺസിഡർ ചെയ്യണം. അതിന് എല്ലാ ഫോഴ്സസിനെയും കൊണ്ട് നമ്മൾ പോയിന്റ് C എന്ന് പറഞ്ഞൊരു പോയിന്റ്, അവിടെയുള്ള പോയിന്റ് എടുത്തു. ആ പോയിന്റ് Cയിലേക്കുള്ള മൊമെൻറ്റ് = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. നൗ ടേക്കിംഗ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് അബൌട്ട് പോയിന്റ് C. അതായത് മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ട് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് അബൌട്ട് ദ പോയിന്റ് C നമ്മൾ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് പാർട്ടിലുള്ള എല്ലാ മെമ്പർ ഫോഴ്സും റിയാക്ഷൻസും നമ്മൾ പോയിന്റ് Cയിലുള്ള മൊമെൻറ്റ് കൺസിഡർ ചെയ്യാം. ആ ഫോഴ്സസിനെ കൊണ്ട് പോയിന്റ് Cയിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് പാർട്ടിലെ മാത്രം, റൈറ്റിലെ ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ലെഫ്റ്റിലെ മാത്രം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഇവിടെ ലെഫ്റ്റ് പാർട്ട് നോക്കുക, എത്ര ഫോഴ്സ് ഉണ്ട്. ഈ ഒരു ഫിഗർ നോക്കുക നിങ്ങൾ, എത്ര ഫോഴ്സ് ഉണ്ട് ലെഫ്റ്റ് പാർട്ടിൽ? ഒരു 15 kN റിയാക്ഷൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ FBA എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ FBC എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, FBA എന്ന് പറയുന്നൊരു ഫോഴ്സും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ FBA എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഏതാ? FBAൻ്റെ ലൈൻ ഓഫ് ആക്ഷനും പോയിന്റ് Cയും സെയിം ലൈനിലല്ലേ ഉള്ളത്? FBA എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലേ FBA. ഇതല്ലേ പോയിന്റ് C. ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇതല്ലേ പോയിന്റ് C വരുന്നത്. അപ്പോൾ ഈ FBAയും Cയും സെയിം ലൈനിലാണുള്ളത്. സോ അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, മൊമെൻ്റ് എടുക്കുമ്പോൾ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? 0 ആയിരിക്കും. രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ഫോഴ്സസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അവിടെയുള്ള ആ FBCനെ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന Cയിലുണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ FBCനെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. പിന്നെ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? പിന്നെ നമുക്ക് വരുന്നത് ഈ FBA എന്ന് പറയുന്ന ഫോഴ്സും ഈ 15 kN മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 15 kN 15 × Cയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. സോ 15 × 5, ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. സോ പോസിറ്റീവ് 15 × 5 എടുക്കാം. പിന്നെയോ നമ്മൾ ഈ FBA എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലേ? ഈ FBA എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്.
അല്ലേ? അതുകൊണ്ട് അതും ക്ലോക്ക് വൈസ് തന്നെയാണ് വരിക, അതും പോസിറ്റീവ്. ഇനി ഈ FBA എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. FBA ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ആ FBAനകത്ത് നിന്ന് ഈ FBAന്ന് സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ FBAയും FBA എന്ന് പറഞ്ഞ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പോയിൻ്റ് എന്ന് സിയിലേക്ക് പെർപെൻഡിക്കുലറാണ്. ഈ ആംഗിൾ എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, അത് 90 ഡിഗ്രിയാണ്. സോ FBAൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? FBAൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ്റെ അകത്ത് നിന്ന് സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AC വരിക, അല്ലേ? AC ആണ് വരുന്നത്. ഇതിങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിന് ഈ ആംഗിൾ 90 ആയതുകൊണ്ട്. സോ AC ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വേഷൻ വരിക? അപ്പോൾ ഇക്വേഷൻ വരിക ഇങ്ങനെ: 15 × 5 പ്ലസ് FBA × AC ഈക്വൽ ടു 0. മൊമെൻ്റ് അബൌട്ട് സിയിലെ ഇക്വേഷൻ വരുന്നത് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 15 × 5 പ്ലസ് FBA × AC ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ AC എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് FBA ആൻഡ് പോയിൻറ്റ് സിയിലേക്കുള്ള FBA എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് FBAൻ്റെ വാല്യൂ എന്ത് കിട്ടും? സോ FBA ഈക്വൽ ടു 15 × 5 ഡിവൈഡഡ് ബൈ AC വരും. -15 × 5 ഡിവൈഡഡ് ബൈ AC വരും. അപ്പോൾ -15 × 5 എന്ന് പറയുമ്പോൾ 75. സോ 75 അതായത് 75 പ്ലസ് FBA × AC ആണ്. ഇനി AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ACൻ്റെ വാല്യൂ എന്താ വരിക? cos θ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ 30, അപ്പോൾ cos 30 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? AC പറയാം. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ACൻ്റെത് cos 30 ഈക്വൽ ടു AC ബൈ എന്താണ് 5 വരും, ABC വരും. സോ AC ഈസ് ഈക്വൽ ടു എന്താ വരിക? cos 30 × 5 വരും ACൻ്റെ വാല്യൂ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 75 × FBA × AC ആണ്. AC എന്ന് പറയുമ്പോൾ 5 × cos 30 വരും. സോ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FBAൻ്റെ വാല്യൂ വരുന്നത് -17.32 എന്ന് വരും. FBAൻ്റെ വാല്യൂ -17.32 എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത ഡയറക്ഷനില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ എടുത്ത് നമ്മൾ സെക്ഷനിലേക്ക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ജോയിൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെയും നമ്മൾ ഇപ്പോൾ കംപ്രഷനാണോ ടെൻഷനാണോ എന്ന് തന്നെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ ജോയിൻറ്റിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു ടെൻഷനാണ്. സോ മൈനസ് ആയതുകൊണ്ട് കംപ്രഷൻ വരും. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ FBA എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. FBAൻ്റെ വാല്യൂ 17.32 kN കംപ്രസീവ് ഫോഴ്സ് എന്ന് വരും. ഇനി അടുത്തത് നമുക്ക് FBC കണ്ടുപിടിക്കണം. FBC കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇനി അടുത്ത ഒരു ജോയിൻറ്റ് കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് C ചെയ്തു, ഇനി ജോയിൻറ്റ് A കൺസിഡർ ചെയ്യാം. ജോയിൻറ്റ് A കൺസിഡർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് B കൺസിഡർ ചെയ്യാം. പക്ഷേ ജോയിൻറ്റ് B കൺസിഡർ ചെയ്താലും FBC എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയതുകൊണ്ട് അവിടെ FBCൻ്റെ വാല്യൂ 0 ആയിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ FBCൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. FBCനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ B കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ A കൺസിഡർ ചെയ്യുന്നു. A കൺസിഡർ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുക? A കൺസിഡർ ചെയ്യുമ്പം അവിടെ FBA എന്ന് പറയുന്ന ഫോഴ്സും A എന്ന് പറയുന്നതും സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഇവിടെ നോക്കുക, FBA എന്ന് പറയുന്നത് Aയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ FBAൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ FBA എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരില്ല. പിന്നെ നമുക്ക് ലെഫ്റ്റ് പാർട്ടിൽ വേറെ ഇതൊക്കെ ഫോഴ്സ് ഉള്ളത് ഒരു 15 kN ഉണ്ട്, അതുപോലെ തന്നെ FBC ഉണ്ട്. അത് രണ്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത്. മൊമെൻ്റ് അബൌട്ട് എന്താണ് പോയിൻറ്റ് A = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. അപ്പോൾ എന്താണ് വരിക? പോയിൻറ്റ് A = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുമ്പോൾ 15 × 15ൻ്റെ അകത്തുനിന്ന് 15 kN ഫോഴ്സിന് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 15 × ആ ഡിസ്റ്റൻസ്, അത് 15 ഏനെ നമ്മൾ ഈ ജോയിൻ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 15 ഈ എയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2.5 × cos 60 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അത് ചെയ്തിട്ടുണ്ടല്ലോ. നേരത്തെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി നോക്കാം. അത് 15 × ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്താ വരിക? 15 kN ആൻഡ് പോയിൻറ്റ് C നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് ക്ലോക്ക് വൈസ് ആണ്. സോ അത് പോസിറ്റീവ് വരും. ഓക്കെ, പ്ലസ് 15 × ആ ഡിസ്റ്റൻസ്. പിന്നെ എന്താണ്? FBC എന്ന് പറയുന്ന ഫോഴ്സാണ്. FBC ഇങ്ങോട്ടേക്കാണ്
എഫ് ബി സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് എയിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മൊമെൻറ്റ് വരിക. സോ അത് നെഗറ്റീവ് വരും. സോ എന്താണ് വരുന്നത്? അപ്പം അവിടെ നെഗറ്റീവ് വരും, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതിയാലും മതി. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് 15 kN ആൻഡ് പോയിൻറ്റ് സി ഈക്വൽ ടു എഫ് ബി സി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ബി സി ആൻഡ് പോയിൻറ്റ് സി. എഫ് ബി സിയും പോയിൻറ്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആണ് അവിടെ വരുന്നത്. അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം. നമ്മൾ ഈ ട്രയാങ്കിൾ കാണിച്ചു, ഞാനിവിടെ ഡി എന്ന് നേരത്തെ മാർക്ക് ചെയ്തല്ലോ, അതുപോലെ ആ ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്യുക, ഡി എന്ന് മാർക്ക് ചെയ്തിട്ട്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് പോയിൻ്റ് ഡി, ഇത് എ, ഇത് 15 kN. ഓക്കെ, ഇത് ആംഗിൾ 60, ഇത് ആംഗിൾ 60. നമുക്ക് വേണ്ടത് ഈ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. 15 kN. അന്ന് പോയിൻ്റ് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ cos 60 എടുക്കുക. cos 60 എടുക്കുമ്പോൾ ബി ഡി വരും, ബി ഡി ഡിവൈഡഡ് ബൈ എ ബി. എ ബി എന്ന് പറഞ്ഞാൽ 2.5. സോ ബി ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? 2.5 ഇൻറ്റു cos 60. ഓക്കെ, 2.5 ഇൻറ്റു cos 60 വരും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്ത് 15 kN എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 kN അതിന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 2.5 ഇൻറ്റു cos 60. അതാണ് 2.5 ഇൻറ്റു cos 60. 15 ഇൻറ്റു 2.5 ഇൻറ്റു cos 60 എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഫ് ബി സിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ നേരത്തെ കേസിൽ എ ഡി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ വരച്ച പോലെ തന്നെ വരക്കുക. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇങ്ങോട്ടേക്കാണ് എഫ് ബി സി ഉള്ളത്, എഫ് ബി സി. ഓക്കെ, ആ എഫ് ബി സിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ്. ഓക്കെ, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ 60 ആണ് അല്ലേ? അപ്പം ആ ആംഗിൾ 60, സൈൻ 60 എടുക്കുക. സൈൻ 60 എടുക്കുമ്പോൾ എന്താ വരിക? എ ഡി ഡിവൈഡഡ് ബൈ 2.5. സോ എ ഡി ഈക്വൽ ടു എന്ത് വരും? 2.5 ഇൻറ്റു സൈൻ 60. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? 15 ഇൻറ്റു 2.5 ഇൻറ്റു cos 60 ഈസ് ഈക്വൽ ടു എഫ് ബി സി ഇൻറ്റു 2.5 ഇൻറ്റു സൈൻ 60 എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ആ ഒരൊറ്റ സ്റ്റെപ്പ് അവർ സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിലാണ് അത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്? 15 ഇൻറ്റു 15-നകത്ത് നിന്ന് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഫിഗറിനകത്ത് ഇവിടെ ഒരു പോയിൻ്റ് ഡി എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് 15 ഇൻറ്റു ബി ഡി പ്ലസ് മൈനസ് വരും. എന്തുകൊണ്ട്? എഫ് ബി എ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഫ് ബി സി ഇൻറ്റു എ ഡി ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പോൾ 15 ഇൻറ്റു ബി ഡി ഈക്വൽ ടു എഫ് ബി സി ഇൻറ്റു എ ഡി എന്ന് വരും. ഇനി ബി ഡിയും എ ഡിയും ആ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് നിന്ന് ബി ഡിൻ്റെയും എ ഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ബി ഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് നേരത്തെ കിട്ടിയത് 2.5 cos 60, എ ഡി 2.5 sin 60. അങ്ങനെ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ബി സിൻ്റെ വാല്യൂ കിട്ടും. എഫ് ബി സി ഈക്വൽ ടു എന്താണ് വരുന്നത്? അപ്പോൾ 8.66 kN എന്ന് വരും എഫ് ബി സിൻ്റെ വാല്യൂ. അത് പ്ലസ് ആണ്. സോ നമ്മൾ അസ്യൂം ചെയ്ത അതേ ഡയറക്ഷനാണ്. അതായത് ടെൻസൈൽ ഫോഴ്സ് ആണ്, ടെൻഷനാണ്. ജോയിൻറ്റിനെ കമ്പയർ ആയിട്ടാണ് നമ്മൾ ഡയറക്ഷൻ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ടെൻഷനാണ് എഫ് ബി സി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് എ ബിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ ബി സിയിലെ ഫോഴ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ ബിയിലെ ഫോഴ്സ് 17.32 കംപ്രഷൻ കിട്ടി, ബി സിയിലത് 8.66 kN ടെൻഷനും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് മെമ്പറിലെ ഫോഴ്സാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ ലൈൻ വരക്കുക. ദെൻ ഈക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. എളുപ്പം ഏത് സൈഡിലെ ത്രീ ബോഡി ഡയഗ്രാം ഏത് സൈഡ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കുക, അതിനെ ചൂസ് ചെയ്യുക, അതിൻ്റെ കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം, സെയിം മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട്. Truss of span 9 meter is loaded as shown in the figure. Find the reaction and the forces in the member 1, 2, 3. മെമ്പർ 1, 2, 3 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മെമ്പർ 1, 2, 3നെ ഫോഴ്സസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ റിയാക്ഷനും കണ്ടുപിടിക്കാം. റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്, കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻ കാണാൻ വേണ്ടി ആദ്യം മൊമെൻ്റ് എബൌട്ട് എ അല്ലെങ്കിൽ മൊമെൻ്റ് എബൌട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. അപ്പോൾ മൊമെൻ്റ് എബൌട്ട് എ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ആർ ബി ഇൻറ്റു
9 ആർ ബി ഇൻറ്റു 9. പിന്നെന്താണ് ആർ ബി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ വരും. സോ മൈനസ് ആർ ബി ഇൻറ്റു 9 പ്ലസ് 9 ഇൻറ്റു 3, 9 ഇൻറ്റു 3 പിന്നെയോ 12 ഇൻറ്റു 6 ഈക്വൽ ടു 0. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ എഴുതാം ആർ ബി ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇങ്ങനെ കിട്ടും ആർ ബി ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 പ്ലസ് 12 ഇൻറ്റു 6 ഈക്വൽ ടു ഈക്വൽ കിട്ടും. അപ്പോൾ ആർ ബിൻ്റെ വാല്യൂ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 11 കിട്ടും. ആർ ബി ഈക്വൽ ടു 11 കിലോ ന്യൂട്ടൺ കിട്ടും. സോ ആർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ റിയാക്ഷനകത്ത് ആർ ബിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുക. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 9 പ്ലസ് 12 മൈനസ് 11 ചെയ്യുമ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ 10 കിട്ടും. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ഈ 9 ഇൻറ്റു 3 ആൻറ്റി ക്ലോക്ക് വൈസാണ്, അതുപോലെ 12 ഇൻറ്റു 6ഉം ആൻറ്റി ക്ലോക്ക് വൈസാണ്. പക്ഷേ ആർ ബി ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് ആർ ബി ഇൻറ്റു 9 ഈക്വൽ ടു 9 ഇൻറ്റു 3 പ്ലസ് 12 ഇൻറ്റു 6 എന്നുള്ള ഇക്വേഷൻ വന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് കിട്ടും, ആറിൻ്റെ ആർ ബിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് 1, 2, 3 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള മെമ്പർ സി ഡി, അതുപോലെ തന്നെ ജി ഡി, അതുപോലെ തന്നെ ജി എച്ച് എന്ന് പറഞ്ഞ് 3 മെമ്പർ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മെമ്പറിലെ ഫോഴ്സസ് കണ്ടുപിടിക്കുകയാണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 3 മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കുക. അങ്ങനെ വരച്ചിട്ടതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ 3 മെമ്പറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ ലൈൻ വരച്ചു. എന്നിട്ട് അതിലുള്ള ഫോഴ്സസ് മാർക്ക് ചെയ്തു. ഇവിടെ ഇപ്പം ഫോഴ്സസ് F1, F2, F3 എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്തിട്ടുള്ളത്. അതായത് ആ മെമ്പറിനെ 1, 2, 3 എന്ന് പറയുന്ന നെയിമിൽ കൊടുത്തത് കൊണ്ട് അവർ F1, F2, F3 നെയിം ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് FCD, FGD, FGH അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഡയറക്ഷൻ ശ്രദ്ധിക്കുക, ജോയിൻറ്റിനകത്തേക്ക് അല്ല സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷനായിട്ട് മാർക്ക് ചെയ്യുക ഡയറക്ഷൻ. ഓക്കെ, പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്, ഏത് പോർഷൻ എടുക്കണം, ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ? ഈ ക്വസ്റ്റ്യനകത്ത് ഈ 3 മെമ്പറിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെക്ഷൻ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് പാർട്ടാണോ റൈറ്റ് പാർട്ടാണോ എടുക്കാൻ എളുപ്പം? റൈറ്റ് പാർട്ടിൽ കുറേ മെമ്പറും ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. എന്നാൽ ലെഫ്റ്റ് പാർട്ട് നോക്കിയാൽ ആകെ കുറച്ച് മെമ്പേഴ്സും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ലെഫ്റ്റ് പാർട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് പാർട്ട് ചൂസ് ചെയ്തു, എന്നിട്ട് അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുക, ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് പോയിന്റ് ഡിയിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്തു. മൊമെൻ്റ് അബൌട്ട് പോയിന്റ് ഡി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ് ഡിയിലേക്കുള്ള മൊമെൻ്റ് ലെഫ്റ്റ് പാർട്ടിന് നോക്കുക. ആദ്യം വരുന്നത് 10 കിലോ ന്യൂട്ടൺ വരും അല്ലേ. 10 കിലോ ന്യൂട്ടണിനകത്ത് പോയിന്റ് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? പോയിന്റ് ഡി എന്ന് പറയുമ്പോൾ ഇതാണ് ഇവരുടെ ഡിസ്റ്റൻസ് 10 കിലോ ന്യൂട്ടൺ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. പോയിന്റ് ഡീൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതല്ലേ, സോ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് വരിക. അത് ക്വസ്റ്റിനകത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 മീറ്ററാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് വരും, 10 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസിലാണ്. സോ 10 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 3 ആണ്, 10 ഇൻറ്റു 3 വരും. പിന്നെയോ ഈ F1 എന്ന് പറയുന്നത് പോയിന്റ് ഡിയിലെ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. സോ F1 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് F1 നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെയോ F2 എന്ന് പറയുന്നത് എന്താണ്, F2ൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഡിയിലേക്ക് തന്നെയാണ്, നോക്കിയാൽ മതി, ഡിയിലേക്ക് തന്നെയാണ് അതും ആക്ട് ചെയ്യുന്നത്. സോ അതും നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെ ആകെ വരുന്നത് ഈ F3 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രം. ഇനി F3 നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്, F3 നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? F3 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ അകത്ത് നിന്ന് അതായത് 10 ഇൻറ്റു 3 പിന്നെയോ F3 ആണെന്നുള്ളത്. F3 ഈ ഡയറക്ഷനിലേക്കാണ് ഡി ആൻറ്റി ക്ലോക്ക് വൈസിൽ. സോ മൈനസ് വരും, മൈനസ് F3 ഇൻറ്റു F3-നകത്ത് നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അത് 4 ആണ്, ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വരും, 10 ഇൻറ്റു 3 ഈക്വൽ ടു F3 ഇൻറ്റു 4. സോ F3ൻ്റെ വാല്യൂ 10 ഇൻറ്റു 3/4. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. F3 ഈക്വൽ ടു 10 ഇൻറ്റു 3/4 ഈക്വൽ ടു 7.5 കിലോ ന്യൂട്ടൺ. പോസിറ്റീവാണ്. സോ ടെൻസൈലാണ് ജോയിൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്ഷൻ പറയേണ്ടത്. ഓക്കെ, അങ്ങനെ F3ൻ്റെ വാല്യൂ നമുക്ക് 7.5 എന്ന് കിട്ടും. ഇനി അടുത്തത് അങ്ങനെ F3 കിട്ടി. ഇനി അടുത്തത് പോയിന്റ് G കൺസിഡർ ചെയ്യാം. എനിക്ക് ഏതും എടുക്കാം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുത്തു. നമുക്ക് വേണമെങ്കിൽ C എടുക്കാം, അല്ലെങ്കിൽ A എടുക്കാം, അല്ലെങ്കിൽ G എടുക്കാം, അങ്ങനെ ഏത് പോയിന്റും എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ അടുത്ത വേറെ ഏതെങ്കിലും ജോയിൻ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി ചെയ്യാം. ജോയിൻ്റ് ഡി കൺസിഡർ ചെയ്യാം. ജി കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് വരിക, ജോയിൻ്റ് ജി കൺസിഡർ ചെയ്യുമ്പോൾ അവിടത്തേക്കുള്ള ഫോഴ്സസ് F3ൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ജോയിൻ്റ് ജിയും സെയിം ലൈനിലാണ്. സോ F3 എന്ന് പറയുന്ന ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യുക, അവിടെ
കൺസിഡർ ചെയ്യേണ്ട. അതുപോലെ F2ഉം Gയും സെയിം ലൈനാണ്. സോ F2ഉം കൺസിഡർ ചെയ്യേണ്ട. ഇനി വരുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ, പിന്നെ ഒരു 10 കിലോ ന്യൂട്ടൺ. ആ F1ഉം 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന 2 ഫോഴ്സ് മാത്രമേ ലെഫ്റ്റ് സൈഡിൽ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ പോയിന്റ് Gയിലേക്ക് എടുക്കുമ്പോൾ എന്താ വേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് 10-ന്ന് Gയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അത് Gയിലേക്കാണെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസിലാണ് വരുന്നത്. സോ പോസിറ്റീവ് വരും. അങ്ങനെയാണ് 10 × 3 എന്ന് വന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ? അങ്ങനെ 10 × 3 എന്ന് വന്നു. പിന്നെ F1 ആണ്. F1ൻ്റെ Gയിലേക്ക് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? സോ അതും പോസിറ്റീവ്. സോ F1ൻ്റെ അകത്ത് നിന്ന് Gയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അത് 4 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? അതുകൊണ്ടാണ് ഇവിടെ 10 × 3 + F1 × 4 = 0 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? F1 = -30/4 = -7.5 വരും. മൈനസ് ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ അല്ല, അതായത് കംപ്രഷൻ അല്ല. ജോയിൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ കംപ്രഷൻ അല്ല വരിക, അതിൻ്റെ ഓപ്പോസിറ്റ് ജോയിൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ടെൻഷൻ അല്ല വരിക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരിക, അതായത് കംപ്രഷനാണ് വരിക. സോ F1ൻ്റെ വാല്യൂ വരുന്നത് 7.5 kN കംപ്രഷൻ എന്ന് വരും F1ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് F3യും കിട്ടി, അതുപോലെ തന്നെ F1 എന്ന് പറയുന്ന ഫോഴ്സും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? F2 എന്ന് പറയുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ജോയിൻറ്റ് D എടുത്തപ്പോൾ F2 നെഗ്ലക്റ്റ് ആയിപ്പോയി, ജോയിൻറ്റ് G എടുത്തപ്പോഴും F2 നമ്മൾ കൺസിഡർ ചെയ്യണം, അതും നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇനി നമ്മൾ അടുത്തത് ജോയിൻറ്റ് C കൺസിഡർ ചെയ്യാം. ജോയിൻറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ ഈ F1 എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. F1ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ Cയും സെയിം ലൈൻ ആയതുകൊണ്ട് F1 കൺസിഡർ ചെയ്യേണ്ട. പിന്നെയോ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ F2ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ Cയിലേക്കല്ലാതെ, അതുപോലെ തന്നെ F3ൻ്റെ അല്ല. അപ്പോൾ F2ഉം F3യും ഉണ്ടാവും. അതിനകത്ത് നമുക്ക് F3ൻ്റെ വാല്യൂ അറിയാം, F2 മാത്രമേ കണ്ടുപിടിക്കണ്ടു. അതുപോലെ തന്നെ 10 kN ഉണ്ടാവും. ഓക്കെ, പിന്നെ 9 kN ഉണ്ടാവും. അവിടെ 9 kN നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നേരത്തെ കേസിൽ ഡിയിലും 9 kN സെയിം പോയിന്റിലൂടെയാണ്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ, അപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. അതുപോലെ തന്നെ ജീൻ്റെ കേസ് എടുക്കുമ്പോഴും 9 kN കൺസിഡർ ചെയ്യേണ്ട, സെയിം പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്, ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയതുകൊണ്ട്. അപ്പം ഇനി ജോയിൻറ്റ് C കൺസിഡർ ചെയ്യാം. അപ്പോൾ ജോയിൻറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക? ജോയിൻറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ F2 വരും അല്ലേ? F2 എന്ന് പറഞ്ഞ ഫോഴ്സ് വരില്ലേ? F2 നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ ആണ്. F2 നിന്ന് Cയിലേക്കുള്ള F2 ഇതാണ് ഈ ഡിസ്റ്റൻസ് അല്ലേ? അതായത് F2 എന്ന് പറയുന്നത് ഇതാണ്, ഇതിനകത്ത് നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അത് 4 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെയാണ് വരുന്നത്. സോ ആൻറ്റി ക്ലോക്ക് -F2 × F2 അല്ലാതെ F3 ആണ്, സോറി, -F3 × 4 വരും. ഓക്കെ, -F3 × 4. പിന്നെയോ 9 kN ഫോഴ്സും ഉണ്ട്, അത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഡൗൺവേർഡ് ആണ് 9 kN ഫോഴ്സ്. സോ ഈ ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസിലാണ് ഉണ്ടാവുക. 9 kN നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ +9 × 3. ഓക്കെ, പിന്നെ ഏത് ഫോഴ്സാണുള്ളത്? പിന്നെ ഉള്ളത് ഈ F3 ആണുള്ളത്, F2 ആണുള്ളത്. F2 എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്, സോ അത് ഇങ്ങനെയാണ്, അതും ആൻറ്റി ക്ലോക്ക് വൈസ് വരും. സോ -F2 × F2 നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ? 3, F2 × 3 = 0. ഇങ്ങനെയാണ് ഇക്വേഷൻ, =0. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, -F3 × 4 + 9 × 3 -F2 × 3 = 0. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈനാണ് പറഞ്ഞിട്ടുള്ളത്, പ്രശ്നമില്ല. അവിടെ ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. നമ്മൾ ഏത് ഡയറക്ഷനാണ് പോസിറ്റീവ് എടുക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് എടുക്കണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് F2 × 3 + F3 × 4 എന്താണ് വരിക? -9 × 3 എന്ന് വരും. ഓക്കെ, നമ്മളല്ലെങ്കിൽ ഇതിനൊരു മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ കിട്ടും, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, F3 × 3 -9 × 3 + F3 × 4 = 0 എന്നുള്ള ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് വരുന്നത് F2 × 3 -27 + 7.5 × 4 = 0 എന്നാണ് വരിക. ഓക്കെ, F3ൻ്റെ വാല്യൂ അറിയാം, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് അതിനകത്ത് നിന്ന് F2ൻ്റെ വാല്യൂ എന്ത് കിട്ടും? F2 = -3/3 = -1 എന്ന് വരും. മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്രഷനാണ് മീനിങ്.
മൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് മൈനസ് ആകുമ്പം ടെൻഷനാണെന്നാണ്. അത് നമ്മൾ ജോയിൻറ്റിലേക്ക് നമ്മൾ കംപ്രഷനാണ് ആദ്യം അസ്യൂം ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ സെക്ഷൻ്റെ അകത്തേക്ക് കംപ്രഷൻ എടുക്കുന്നത്. അപ്പോൾ സെക്ഷനിലേക്ക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ ജോയിൻറ്റിനകത്തുനിന്നും ടെൻഷനായിട്ട് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഈ കേസിൽ നമ്മൾ ടെൻസൈലാണ് ഫോഴ്സ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈനസ് വരുമ്പം കംപ്രഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമേ ചിന്തിക്കേണ്ടൂ. നമ്മളിവിടെ സെക്ഷൻ ലൈനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡയറക്ഷൻ പറയുന്നത്. സെക്ഷൻ ലൈനിലേക്ക് കംപ്രഷൻ എന്നുള്ള രീതിയിൽ ആദ്യം അസ്യൂം ചെയ്യാം. എന്നിട്ട് അപ്പോൾ സെക്ഷനിലേക്ക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജോയിൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വൽ ഡയറക്ഷൻ എന്താ, ടെൻഷനാണോ കംപ്രഷനാണോ വരുന്നത്? ടെൻഷനല്ലേ വരുന്നത്. ജോയിൻറ്റിലേക്ക് ടെൻഷനല്ലേ വരുന്നത്. അപ്പോൾ ജോയിൻറ്റിലേക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവാണ് അല്ലേ. നമ്മൾ ജോയിൻറ്റിലേക്ക് കംപ്രഷനാണ് പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, പോസിറ്റീവായിട്ട് വരുന്നത്. നെഗറ്റീവായിട്ട് വരുന്ന വാല്യൂ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാട്ടോ, കോണ്ടാക്ട് ചെയ്യാനേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് F1, F2 and F3 വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാം, നിങ്ങൾ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അധികം പറയരുത്. നമ്മൾ സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് കംപ്രഷനായിട്ട് മാർക്ക് ചെയ്യാം. സെക്ഷൻ ലൈനിൻ്റെ അകത്തേക്ക് കംപ്രഷനായിട്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ജോയിൻറ്റിൽ നിന്ന് ടെൻഷനായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ജോയിൻറ്റിൽ നിന്ന് ടെൻഷനായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് ടെൻസൈൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കേസിൽ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈൻ പോസിറ്റീവ് വാല്യൂ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്. അത് ടെൻസൈൽ ഫോഴ്സ് തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് സൈൻ കിട്ടിയ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരിക. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്, ടെൻഷനായിട്ട് അസ്യൂം ചെയ്ത് അല്ലേ ജോയിൻറ്റിന്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ കംപ്രഷനാണ് എന്നാണ് മീനിങ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുമ്പം കംപ്രഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ F3 വാല്യൂ F2 വാല്യൂ -1 കിട്ടി, F1 വാല്യൂ -7.5 എന്ന് കിട്ടി. രണ്ടും നമ്മൾ കംപ്രഷൻ എഴുതിയല്ലോ. നിങ്ങൾ ചിലപ്പോൾ മറ്റേ മെത്തേഡ് ജോയിൻറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മൈനസ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ആണല്ലോ എഴുതേണ്ടത്, കംപ്രഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത ഡയറക്ഷൻ ടെൻഷനായിട്ടാണ്. നോക്കിയേ, ഈ ജോയിൻറ്റ് സീന്ന് അസ്യൂം ചെയ്യുമ്പോൾ F1 എന്താണ്, കംപ്രഷനിലോ ടെൻഷനല്ലേ, ടെൻഷനായിട്ടാണ് അസ്യൂം ചെയ്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൈനസ് വാല്യൂ. അപ്പോൾ അവിടെ മൈനസ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ടെൻഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതായത് കംപ്രഷനാണ്. അങ്ങനെയാണ് ഇവിടെ കംപ്രഷൻ എന്ന് വന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ചെയ്തത്. രണ്ട് പ്രോബ്ലം അത്രേ വേണ്ടു. സെക്ഷൻ്റെ പ്രോബ്ലംസ് അധികം കണ്ടിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് പ്രോബ്ലം പഠിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. മെത്തേഡ് ഓഫ് സ്ട്രെസ് അനാലിസിസിനകത്ത് മെത്തേഡ് ഓഫ് ജോയിൻറ്റ് പഠിച്ചു, അതിൻ്റെ കുറച്ച് കേസസ് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കി. പിന്നെ മെത്തേഡ് ഓഫ് സെക്ഷൻ ചെയ്തു പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ രണ്ട് പ്രോബ്ലംസും നോക്കി. നമുക്ക് മോഡ്യൂൾ 2 നെക്സ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.